ഹായ് ഗായ്സ്. ഈ ഡ്രൈവിംഗ് എന്നത് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ്. നമ്മൾ പ്രേമിക്കുന്നത് ഒരനുഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഉള്ളൊരു അനുഭവം തന്നെയാണ് ഈ ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തറിയുന്നത് നമ്മൾ ഫ്രണ്ട്സിനോടൊത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോഴൊക്കെയാണ്. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു പഠനമാണ്. അപ്പോൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡ്രൈവിംഗ് അറിയാത്തവർക്കും പഠിക്കാത്തവർക്കും ഇതൊരു വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ ഡ്രൈവിംഗ് അറിയാത്തവർ പെട്ടെന്ന് തന്നെ ഇത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇത് പഠിച്ചെടുക്കാനുള്ള നല്ലൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ചെയ്ത് സക്സസ് ആയ വഴിയാണ്. ആദ്യം എനിക്ക് 18 വയസ്സായപ്പോൾ തന്നെ ഞാൻ പോയി ലൈസൻസ് എടുത്തായിരുന്നു. അപ്പോൾ ലൈസൻസ് എടുക്കാൻ പോയത് 2 വീലറിന് മാത്രമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ്റെ അഡ്വൈസ് പ്രകാരം ഞാൻ 4 വീലറും കൂടി ചേർത്ത് എടുത്തായിരുന്നു. അപ്പം എനിക്ക് കാറിനെ കുറിച്ച് ക്ലച്ച് ഏതാണെന്ന് ബ്രേക്ക് ഏതാണെന്ന് പോലും അറിയാത്ത ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ പോയി എടുത്തത്. അപ്പം എന്നെ പഠിപ്പിച്ച ആൾ ആദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ലൈസൻസ് എടുക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് കാർ ഓടിക്കാനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ലൈസൻസ് എടുത്ത്. എൻ്റെ വീട്ടിലാണെങ്കിൽ വണ്ടിയൊന്നുമില്ല, കാറുകളൊന്നുമില്ല. അപ്പം ഇതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ലൈസൻസ് എടുത്തു കഴിഞ്ഞ് 1.5 വർഷത്തോളം കാറിനെ പറ്റി വലിയ നോളേജൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചായി ഓരോ കാറ് കാണാൻ തുടങ്ങി, അതിനെക്കുറിച്ച് പഠിച്ചു. പിന്നീട് ഒരു 4-5 വർഷത്തിന് ശേഷം സംഭവിച്ചെന്താ വെച്ചാൽ, ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്തു. ഒരു 5 വർഷം മുമ്പ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയ ആളാണ്. 5 വർഷം കഴിഞ്ഞപ്പം ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട്, അവിടെ വരുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് ഡ്രൈവിങ്ങിൻ്റെ മാഷായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് എനിക്ക് അവിടെ കിട്ടി. പാലക്കാട് നെന്മാറ GK മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഞാൻ ഈ ലൈസൻസ് എടുത്തത്. അവിടെ തന്നെ എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു ചാൻസും കൂടി കിട്ടി. അപ്പോൾ സ്വന്തമായിട്ട് കയ്യിൽ വണ്ടിയില്ല, ഈ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ ലൈസൻസ് എടുത്തതും വണ്ടി ഓടിക്കാൻ തുടങ്ങിയതൊക്കെ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ വണ്ടി ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഈ ഒരു ആഗ്രഹം മാത്രം ഉള്ളിൽ തീവ്രമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വണ്ടി ഓടിച്ച് പഠിക്കാം, ഏത് വണ്ടി വേണമെങ്കിൽ ഓടിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.